19,000 കാണികളെ സാക്ഷിയാക്കി മെക്സിക്കോ ആദ്യ കളിയിൽ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് തങ്ങളുടെ വേൾഡ് കപ്പ് പര്യടനം ആരംഭിച്ചു. 80,000 കാണികൾ തിങ്ങി നിറഞ്ഞ ഉദ്ഘാടനത്തിന് ശേഷം അതേ 80,000 കാണികളുടെ മുന്നിൽ വെച്ചിട്ടാണ് 2-0 മെക്സിക്കോ, ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ മെക്സിക്കോ സൗത്ത് ആഫ്രിക്കയെ തകർത്തെറിഞ്ഞത്. 2-0. മെക്സിക്കോ 2 ഗോൾ അടിച്ചുള്ളൂ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അടിച്ച ഒരാളുണ്ട്. റെഡ് കാർഡ്. 3 റെഡ് കാർഡാണ് ഉദ്ഘാടന മത്സരത്തിൽ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു യെല്ലോ കാർഡിനൊക്കെ കൂടുതൽ റെഡ് കാർഡാണ് മിക്കവാറും കിട്ടിയിട്ടുണ്ടാവുക. എന്തിന് അധികം ചിന്തിക്കുന്നു? അടിച്ച ഗോളിനേക്കാൾ കൂടുതൽ റെഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. 2 ഗോളേ അടിച്ചിട്ടുള്ളൂ ടോട്ടൽ. പക്ഷെ 3 റെഡ് കാർഡ് കിട്ടി. 2 റെഡ് കാർഡ് സൗത്ത് ആഫ്രിക്കയുടെ താരങ്ങൾക്കും 1 റെഡ് കാർഡ് മെക്സിക്കോയുടെ താരത്തിനും. അപ്പം എന്തായാലും ഉദ്ഘാടന മത്സരം ഉഷാറായി. 2010 ബഫാന ഓർമ്മകളായിട്ട് വന്ന സൗത്ത് ആഫ്രിക്ക തൽക്കാലം അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ മെക്സിക്കോ അനുവദിച്ചില്ല. അവസാനം 9 പേരായിട്ട് ചുരുങ്ങേണ്ടി വന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എന്താ അഡ്വാൻറ്റേജ്? മെക്സിക്കോയുടെ ഒരു കളിക്കാരനെ റെഡ് കാർഡ് കിട്ടി പുറത്ത് പോയിക്കാൻ അവർക്ക് സാധിച്ചു. അതാണ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത്. അല്ലാണ്ട് പ്രത്യേകിച്ചൊരു അഡ്വാൻറ്റേജും സൗത്ത് ആഫ്രിക്ക ഇതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കളി തുടങ്ങി. ആദ്യ പകുതിയിൽ 9-ാം മിനിറ്റിൽ ക്യുനോനസ് ആണ് ഈ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന ഗോൾ അടിച്ചത്. മെക്സിക്കോയുടെ ക്യുനോനസ് 9-ാം മിനിറ്റിൽ തന്നെ ഗോൾ അടിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഹാഫ് ടൈമിന് ശേഷം സ്റ്റാർ പ്ലെയർ ജിമിനസ് ഒരു ഗോളും കൂടി അടിച്ചിട്ട് 2-0 ആക്കി. അങ്ങനെ തീരുമാനമാക്കി. പക്ഷെ അതിന് ശേഷമാണ് 9 പേരായിട്ട് ചുരുങ്ങിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2-ാം ഗോൾ അടിക്കുമ്പോൾ അവരിൽ 10 പേര് ഒരാൾ മാത്രം റെഡ് കാർഡിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. 2ാമത്തെ ഗോൾ അടിച്ചതിന് ശേഷമാണ് 9 പേരായിട്ട് ചുരുങ്ങിയതാണ് എൻ്റെ അറിവ്. അതെ, 2 പേരായിട്ട് 9 പേരായിട്ട് ചുരുങ്ങിയത് 2ാമത്തെ ഗോളിന് ശേഷം. എന്നിട്ടൊരു ഗോൾ അടിക്കാൻ മെക്സിക്കോയ്ക്ക് സാധിക്കാത്തത് ശരിയായില്ല. എനിവേ, ഉദ്ഘാടന മത്സരം റെഡ് കാർഡ് കൊണ്ട് പ്രക്ഷുബ്ധമായിരുന്നു. വാർ പോയി നോക്കുന്നു, മുഖത്തടി കിട്ടുന്നു, വാർ പോയി നോക്കുന്നു, റെഡ് കാർഡ് കൊടുക്കുന്നു. എന്തായാലും റഫറി മുന്നും പിന്നും നോക്കാതെ റെഡ് കാർഡ് എടുത്ത് വീശിണ്ടായിരുന്നു. എന്തായാലും മെക്സിക്കോ മാനം കാത്തു. അവർ നാട്ടിൽ വെച്ചിട്ട് സൗത്ത് ആഫ്രിക്കയെ 2-0 തകർത്തുകൊണ്ട് അവർക്ക് വിലപ്പെട്ട 3 പോയിന്റ് അവർക്ക് കിട്ടി. പിന്നെ പറയാനുള്ളത് 2010 നേരത്തെ പറഞ്ഞ 2010 ഓർമ്മകളായിട്ട് വന്ന ബഫാന സൗത്ത് ആഫ്രിക്കയെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 2 ഗോളല്ല, ഒരു 2-ൽ കൂടുതൽ ഗോൾ അടിക്കേണ്ടതായിരുന്നു. രക്ഷപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്കയുടെ ഗോൾ കീപ്പറാണ്. ആ ഗോൾ കീപ്പർ കുറച്ച് മികച്ച സേവുകൾ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു 5 ഉള്ളിൽ കയറേണ്ടതായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് സൗത്ത് ആഫ്രിക്കയുടെ ഗോൾ കീപ്പർക്ക് നമ്മൾ കൊടുത്തേ മതിയാവും. പക്ഷേ മെക്സിക്കോയുടെ ഗോൾ കീപ്പർക്ക് വലിയ പരീക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല. കാര്യമായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും മെക്സിക്കോയുടെ ഗോൾ കീപ്പർക്ക് കാണേണ്ട വന്നില്ല. കാരണം അതിനുള്ള അവസരം ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ തന്നെ വിശേഷങ്ങൾ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനി ഓരോ ദിവസവും വേൾഡ് കപ്പ് മത്സരങ്ങളാണല്ലോ. അപ്പോൾ ഓരോ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് കാണാം.